ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. തടസ്സങ്ങളെ അനുഗ്രഹമായി കണ്ടാൽ വലിയ നേട്ടമായി പിന്നീട് അത് മാറും. ഒരു പുതിയ ദിവസം നാം തുടങ്ങുമ്പോൾ ഇന്ന് നേടിയെടുക്കേണ്ടതായ കാര്യങ്ങൾ, ഇന്ന് ചെയ്തു തീർക്കാനുള്ള ജോലികൾ, ഇന്ന് കാണാനുള്ള വ്യക്തികൾ, ഇന്നത്തെ ദിവസം പുതുതായി എന്ത് ചെയ്യണം, കഴിഞ്ഞ ദിവസങ്ങളിൽ മുടക്കം വരുത്തിയ കാര്യങ്ങൾ എല്ലാം വിലയിരുത്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ആശ്രയിച്ച് ദിവസം തുടങ്ങുക. ചിലപ്പോൾ നാം പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നു എങ്കിൽ, ഒരു കാര്യത്തിൽ ഉണ്ടായ ഒരു ചെറിയ പ്രശ്നം കാരണം, ഒരു ചെറിയ തടസ്സം കാരണം മറ്റെല്ലാ കാര്യങ്ങളും മുടങ്ങിപ്പോകാൻ ഇടയാകേണ്ടി വന്നാൽ ഭയപ്പെടേണ്ട. കോപമോ ഭയമോ കൂടാതെ ശാന്തത കൈവിടാതെ ദൈവത്തിലേക്ക് തിരിയുക. ദൈവമേ, ഈ തടസ്സങ്ങളുടെ കാരണം എനിക്ക് മനസ്സിലാക്കി തരണമേ. ഞാൻ ആഗ്രഹിച്ചതിലും ഭംഗിയായി ദൈവത്തിന് സകലതും നടത്തിത്തരാൻ സാധിക്കും എന്ന് ഏറ്റുപറഞ്ഞ് അല്പനേരം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഈ അവസ്ഥയിൽ കൂടി ഒരുപക്ഷെ ദൈവത്തിലുള്ള നിന്റെ വിശ്വാസം ആഴപ്പെടുത്തുന്ന നിമിഷങ്ങളാകാം അത്. ഓർക്കുക, ദൈവം ഏതോ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായി അതിനെ കാണുക. താൻ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കി ആ ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോവുക. ആ തടസ്സങ്ങൾ പിന്നീട് ദൈവം നൽകുന്ന വലിയ നന്മകളുടെ തുടക്കമായി അതിനെ കാണുക. ഉറപ്പായും ആ ദിവസം മുഴുവൻ നീ സന്തോഷിക്കാൻ ദൈവം ഇടവരുത്തും. ഇന്നത്തെ ദിവസം എല്ലാ ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഇന്നത്തെ യാത്രകളെ, ഇന്നത്തെ പദ്ധതികളെ, ജോലികളെ, ഉത്തരവാദിത്തങ്ങളെ, കടമകളെ എല്ലാം കർത്താവിൽ ഭരമേൽപ്പിച്ച് ഈ ദിവസം തുടങ്ങുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ വഴി നടത്തും. ദൈവത്തിൻ്റെ ജ്ഞാനം നിനക്ക് എല്ലാ കാര്യത്തിലും നിന്നെ നയിക്കും. വിശ്വാസത്തോടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ ഇത് നിങ്ങളെ സഹായിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രഭാഷകന്റെ പുസ്തകം 34-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല. അവിടുന്നാണ് അവൻ്റെ പ്രത്യാശ. ദൈവഭക്തൻ്റെ ആത്മാവ് അനുഗ്രഹീതമാണ്. തൻ്റെ ആശ്രയം അവൻ അറിയുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും, ചുടുകാറ്റിൽ അഭയകേന്ദ്രവും, പൊരിവെയിലിൽ തണലും, ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പും ആണ്. അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പുതിയ ദിവസത്തെ അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ സ്വസ്ഥമായുള്ള ഒരു ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ഇന്നത്തെ ആവശ്യങ്ങളെല്ലാം സമർപ്പിച്ച് അവിടുത്തെ ജ്ഞാനവും ശക്തിക്കും വേണ്ടി ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാൻ അവസരമൊരുക്കി തന്നതിനെ ഓർത്ത് അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഹീലിംഗ് പ്രേയേഴ്സിലൂടെ നിന്നോട് ഞങ്ങൾ ആവശ്യപ്പെട്ട വലിയ കാര്യങ്ങളെ നീ നടത്തിച്ചു തന്നിട്ടുണ്ട്. അതിനാൽ നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങൾ കാണുന്ന വ്യക്തികളെ, ഞങ്ങൾ പോകുന്ന കാര്യങ്ങളെ
ഞങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ള ജോലികളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ മുടക്കം വരുത്തിയ കാര്യങ്ങളെ, ഇന്ന് ഞങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടതായ ഉത്തരവാദിത്തങ്ങളെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ദൈവമേ നിന്നെ ഭരമേൽപ്പിക്കുന്നു. നിന്റെ ഇഷ്ടപ്രകാരം ഞങ്ങളെ വഴി നടത്തണമേ. നിന്റെ ജ്ഞാനത്താൽ ഇന്ന് ഞങ്ങളെ വഴി നടത്തണമേ. കർത്താവേ, ഇന്നത്തെ ദിവസം ഏതെങ്കിലും തരത്തിൽ അപ്രതീക്ഷിതമായ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നാൽ അത് നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വൻ കാര്യങ്ങളുടെ തുടക്കമായി കണ്ട് നിനക്ക് നന്ദി അർപ്പിക്കുവാനും സ്തുതികൾ അർപ്പിക്കുവാനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഇന്നെല്ലാ കാര്യങ്ങളും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ക്രമീകരിക്കപ്പെടണമേ. കർത്താവേ, ഞങ്ങളല്ല, നീയാണ് ഞങ്ങളിൽ പ്രവർത്തിക്കുന്നത്. നിന്റെ ജ്ഞാനമാണ് ഇന്ന് ഞങ്ങൾക്കാവശ്യം. നിന്റെ ബുദ്ധിയും ജ്ഞാനവും കഴിവും അറിവും കൊണ്ട് ഇന്ന് ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ ആത്മാവിനെ ഉത്തേജിപ്പിക്കണമേ. ഞങ്ങളുടെ ശരീരത്തിന് ബലവും സൗഖ്യവും ശക്തിയും നൽകണമേ. ചിന്തിക്കാനുള്ള കൃപ തരണമേ. കർത്താവേ, ശരിയായ ചിന്തകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധി തരണമേ. കർത്താവേ, ശരിയായ രീതിയിൽ സംസാരിക്കാൻ കൃപ തരണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ അധികാരികളുടെ മുൻപിൽ എളിമയോട് സംസാരിക്കാനുള്ള ശക്തി തരണമേ. എല്ലാ കാര്യങ്ങളും കർത്താവേ നിന്റെ സംരക്ഷണ വലയത്തിൽ ഒതുങ്ങി നിൽക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലും ഞങ്ങൾക്കിന്ന് സൗഖ്യവും ശക്തിയും നൽകി സംരക്ഷണം നൽകി എല്ലാ അനുഗ്രഹങ്ങളെയും പ്രാപിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കുറവുകളെ, ബലഹീനതകളെ ക്ഷമിച്ച് ഇന്ന് വൻ കാര്യങ്ങളെ നേടിയെടുക്കാൻ ഞങ്ങളുടെ കൂടെ നിന്ന് നീ ഞങ്ങളെ സഹായിക്കണമേ. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ വിട്ടുപോയ ചില കാര്യങ്ങളെ ഇന്ന് ഓർമ്മപ്പെടുത്തി ഇന്ന് ചെയ്യേണ്ട എല്ലാ ജോലികളെയും കൃത്യമായി ചെയ്യാനുള്ള ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകി ദൈവികമായ കാഴ്ചപ്പാടുകളാൽ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അബദ്ധങ്ങളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും ദൗർഭാഗ്യങ്ങളിൽ നിന്നും കർത്താവേ ഇന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ആരും ഞങ്ങളെ വഞ്ചിക്കാനോ ആരും ഞങ്ങളെ ചതിക്കുവാനോ ഇന്ന് നീ അനുവദിക്കല്ലേ. ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ ഞങ്ങൾക്ക് നഷ്ടം വരാതെ നീ ഞങ്ങളുടെ സമ്പത്തിനെ യഥാതരത്തിൽ ചിലവഴിക്കുവാൻ സാധിക്കണമേ. അനാവശ്യമായ ചിലവുകളിൽ നിന്ന് ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും നീ ഞങ്ങളെ വഴി നടത്തണമേ. വർഷകാലത്തിൻ്റെ എല്ലാ കെടുതികളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷിക്കണമേ. സകലവിധ മഹാമാരിയിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ രോഗാണുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾക്ക് ആരോഗ്യവും ആയുസ്സും നൽകി ഇന്ന് നല്ല ഒരു ദിവസമാക്കി മാറ്റണമേ. എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ലാഭകരമായ സന്തോഷത്തിന് വകയുള്ള സംതൃപ്തിയുള്ള ഒരു ദിവസമാക്കി മാറ്റണമേ. എല്ലാത്തിനും അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളെ വഴി നടത്തുന്ന നാഥ, അങ്ങേക്ക് ഞങ്ങൾ സ്തുതിഗീതങ്ങൾ അർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു. ഞങ്ങൾ ഭയപ്പെടാതെ ധൈര്യം അവലംബിച്ച് മുന്നോട്ട് നയിക്കപ്പെടുന്നതിന് നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകി ഇന്നത്തെ എല്ലാ കാര്യങ്ങളിലും നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിന്റെ കൃപാകടാക്ഷങ്ങൾ ഞങ്ങളോട് കൂടെയുണ്ടായിരിക്കണമേ. അവിടുത്തെ ശക്തമായ സംരക്ഷണവും സഹായവും ഇന്ന് നീ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ അഭയകേന്ദ്രമായ ദൈവമേ, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും വെല്ലുവിളികളിൽ നിന്നും ഇന്ന് നീ ഞങ്ങളെ മോചിപ്പിച്ച് ഞങ്ങളെ ആശീർവദിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അവരുടെ പേരാൽ നീ ഏറ്റെടുത്ത് ഇപ്പോൾ തന്നെ ഈ പ്രാർത്ഥനയിലുടനീളം നീ അവരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കണമേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരിലും ഇത് ഷെയർ ചെയ്യുന്നവരിലും ഇത് ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നവരിലും വലിയ ദൈവാനുഗ്രഹങ്ങളും ജീവിക്കാനുള്ള പുതിയ പ്രചോദനവും നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് സംരക്ഷണവും സന്തോഷവും സംതൃപ്തിയും നൽകി ഇന്നത്തെ ദിവസം സമ്പൂർണമായി നീ ഏറ്റെടുത്ത് നീ വഴി നടത്തണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും സംതൃപ്തിയും സംരക്ഷണവും നൽകി, സന്തോഷം നൽകി, എല്ലാ കാര്യങ്ങളിലും ലാഭം നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ, വഴി നടത്തട്ടെ, സംരക്ഷിക്കട്ടെ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ, ഭവനത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കട്ടെ. ഈ പ്രാർത്ഥന അനേകർക്ക് അയച്ചു കൊടുക്കുന്ന വ്യക്തികളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തിൽ വസിക്കുന്ന, ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.